ക്ലോസ് ഫൈറ്റ് തന്നെ കാണാൻ പറ്റും. സോ ഇറങ്ങിയ ഉടനെ ഒരു ഫൈറ്റ് ആണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. സോ തൊട്ടടുത്ത് തന്നെ CADയിലെ പ്ലേയേഴ്സ് ഉണ്ട്, GNRന്റെ പ്ലേയേഴ്സ് ഉണ്ട്. സോ ഓക്കെ. സോ CADയിലെ ഒരു പ്ലെയർ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ 2 നോക്കാണ് വന്നേക്കുന്നത് CADന്റെ സൈഡിൽ നിന്ന്. സോ GNR നല്ലൊരു ഷോട്ടായിരുന്നു. റിവൈവിങ്. ഓക്കെ, കിൽ സെക്യൂർ ചെയ്തിട്ടുണ്ട്. സോ GNR 2 കില്ലായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, കമന്ററി വേറെ ആരെങ്കിലും പറഞ്ഞു കേട്ടോ, എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല. ഹലോ ടീംസ് ഇവിടെ. ഹലോ ആദി, നിങ്ങൾ കുറച്ച് പറ കേട്ടാ. ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇതില്ല. ആദിര ഇവര് കമന്ററി പറയുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. MG പെയിൻ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളൂ ഇനി only 27 HP left. MG പെയിനെ ഇപ്പോൾ പുഷ് ചെയ്യാൻ തോന്നുന്നു. ബാഡ്മാന് തേർഡ് പാർട്ടി കിട്ടിയ സമയത്ത് റൂഫിന്റെ മുകളിലാണ് ബ്ലേസ് സ്റ്റാർട്ടിംഗ് മെമ്പേഴ്സ് നിൽക്കുന്നത്. CID is eliminated. അതിന്റെ കമന്ററി നമുക്ക് ഓക്കെ. അപ്പൊ അങ്ങനെ എനിക്ക് ഓക്കെ, കുഴപ്പമില്ല. നമുക്കൊന്നും പറയാൻ അറിഞ്ഞൂടാ, എന്നാലും നമ്മള് കാണുന്ന വെച്ച് പറയാം, അത്ര തന്നെ. ഓക്കെ, അപ്പൊ നമ്മള് BC സൈഡ് നമ്മൾ അടുത്ത GNRനെ സ്പോട്ട് ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. സോ സ്പോട്ട് ചെയ്ത് ഇപ്പൊ ഇതാ നോക്ക് ചെയ്തിട്ടുണ്ട് BC സൈഡ് GNRനെ. ബാറ്റ്മാനെ നോക്ക് ചെയ്തിട്ടുണ്ട്. സോ അടുത്ത ഒരു പുഷ് നമുക്ക് നോക്കാം. സോ BC സൈഡ് നല്ലൊരു പൊസിഷൻ എടുത്തത്. ഓക്കെ, BC സൈഡില് ഒരാള് നോക്കായിട്ടുണ്ട്. അതോടൊപ്പം അടുത്ത പുഷ് ചെയ്ത് ഫ്രണ്ട്ലി ഫയർ ആണല്ലേ? ഫ്രണ്ട്ലി ഫയർ ആണല്ലേ? ഓക്കെ. സോ എത്ര ലൈവ് ഉണ്ട് ഇതില്? സോ വീണ്ടും BC സൈഡില് ഒരാള് നോക്കായിട്ടുണ്ട്. നിഞ്ച അവിടെ നോക്കായിട്ടുണ്ട്. സോ GNR ദേവക്കുട്ടിനെ ഇപ്പൊ ഇവര് ഫിനിഷ് ചെയ്യും. ദേവക്കുട്ടിനെ അല്ല സോറി, നിഞ്ചിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, BC സൈഡ് വൈപ്പ് ചെയ്തു GNRനെ. അവര് ഒരാളെ നോക്കാണ്. പോച്ചിങ്ങില് മാത്രമാണ് ഗൈസ്. അപ്പൊ പോച്ചിങ്ങില് മൊത്തം 3 ടീം ഇറങ്ങി. അതില് CID വൈപ്പായിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ GNRും വൈപ്പായിട്ടുണ്ട്. സോ അവിടെ BC സൈഡ് ഇനി അവിടെ റീകോളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിൽക്കുമായിരിക്കും. സോ നമുക്ക് അടുത്ത ടീമിലോട്ട് പോവാം. CVA ഇവിടെ നല്ല രീതിയിൽ അവര് ലൂട്ടിംഗ് ആണ്. അതോടൊപ്പം തന്നെ അവര് സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. CVA തൊട്ടടുത്ത് നിൽക്കുന്ന AGA ആണ്. അവരും ലൂട്ടിംഗ് ആണ്. ഹോസ്പിറ്റൽ ഏരിയ അല്ലേ ഇത്? ഓക്കെ, ഹോസ്പിറ്റൽ ഏരിയയിലാണ് അവര് ലൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. തൊട്ട് താഴെ തന്നെ ഓക്കെ, അവർ ആ ഒരു ഏരിയയിൽ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗക്കയില് വന്നിട്ട് ഇതേ സ്ഥലം. ഓക്കെ, KVA അതോടൊപ്പം തന്നെ ഒരു കോമ്പൗണ്ട് പിടിച്ച് അവരുടേതായിട്ടുള്ള ലൂട്ടിങ്ങും കാര്യങ്ങളും സെക്യൂർ ചെയ്യാണ്. TVA സ്പെക്ക് ചെയ്താണ്. TVയും ആരും ഇല്ലാത്ത സ്ഥലത്ത് നല്ല രീതിയിൽ ലൂട്ടും കാര്യങ്ങളും. ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. ഒരു കമന്ററി പറയൂ അണ്ണാ. മൊത്തം തന്നെ അണ്ണാ CID വൈപ്പായി, കോച്ചിങ്ങിൽ ഇറങ്ങി. GNRും വൈപ്പായി, BC സൈഡ് അടിച്ചിട്ട്. ഓക്കെ, കിൽ കൗണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കേ ആദി. സോ കിൽ കൗണ്ട് നോക്കുകയാണെങ്കിൽ BC സൈഡ് വിത്ത് 3 കിൽസ്, 3 കിൽസ് ആണ് BC സൈഡ് ഇവിടെ സെക്യൂർ ചെയ്തിരിക്കുന്നത്. ആൻഡ് അതുപോലെ CID ഇവിടെ വൈപ്പ് ആയിട്ടുണ്ട് കംപ്ലീറ്റ്ലി. BC സൈഡിൽ ഒരു പ്ലെയറിനെ അവർക്ക് നഷ്ടമായി. ആൻഡ് 14 ടീമും 54 പ്ലേയേഴ്സും അല്ലെ. ഫൈനൽ മാച്ച് ഓഫ് ദി ഡേ. ഓക്കെ, GNRും വൈപ്പ് ആയിട്ടുണ്ട്. GNRും CIDയുമാണ് വൈപ്പ് ആയിട്ടുള്ള 2 ടീം. എനിക്ക് തോന്നുന്നു GNR CIDയും ഈ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ രണ്ടുപേരും പുറത്തായിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഇവിടെ ഒരു ഡ്രോപ്പ് വീണിട്ടുണ്ട്. ഡ്രോപ്പിൽ നോക്കുകയാണെങ്കിൽ MK14
60 ബുള്ളറ്റ്, 8 എക്സ്കോപ്പ്, ലെവൽ 3 വെസ്റ്റ്, ലെവൽ 3 ഹെൽമെറ്റ്, ലെവൽ 3 ബാക്ക് പാക്ക്, മെഡ് കിറ്റ് എല്ലാം അടങ്ങുന്ന ഒരു എമർജൻസി സപ്പോർട്ട് ഫ്ലെയറും വന്നിട്ടുണ്ട്. ആൻഡ് നോക്കാം. ആൻഡ് അടുത്തൊരു AGA അവിടെ ഒരു പിക്ക് എടുക്കുന്നു. AGA vs CVA. AGA ഒരു പ്ലെയർ നോക്കായി കിടക്കുന്നു. ആൻഡ് AGA പ്ലെയേഴ്സ് നല്ല ഷഫിൾഡ് ആണ്. AGA vs CVA ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു നോക്കിട്ട് കൊടുക്കാനുള്ള ശ്രമം. സ്പോട്ട് ചെയ്തു. വാതിലിനകത്തൂടെ അടിച്ചിട്ടു. വാതിൽ അവിടെ ഇല്ലായിരുന്നു, നമുക്ക് ബഗ്ഗായിട്ട് കണ്ടതാണ്. ആൻഡ് CVA അവിടെ AGA ഒരു പ്ലെയറിനെ കൂടി എടുത്തിട്ടുണ്ട്. ആൻഡ് CVA 3 പ്ലേയേഴ്സ് മാത്രം ബാക്കി. 3 vs 3 സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നു. AGA vs CVA. സോ AGA 3 പ്ലേയേഴ്സും അതുപോലെ തന്നെ CVA 3 പ്ലേയേഴ്സും തമ്മിലുള്ള ബാറ്റിലാണ്. ആൻഡ് BCZ 4 പേരായിട്ട് ബാക്ക് ടു ഫോമിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് വേറെ എങ്ങും തന്നെ ഫൈറ്റുകളൊന്നും നടക്കുന്നില്ല. ഇനിഷ്യലി KVയുടെ സ്ക്വാഡ് ലൂട്ടൊക്കെ ചെയ്തിട്ട് KVയിൽ 3 പ്ലേയേഴ്സേ ഉള്ളൂ. KVയിൽ ഈ വട്ടം 3 പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. KVA 3 പ്ലേയേഴ്സായിട്ടാണ് കളിക്കുന്നത്. 4ാമത്തെ പ്ലെയർ KVയ്ക്കില്ല. ഹിറ്റ്മാൻ ഇല്ലാതെയാണ് KVA കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വേറെ എങ്ങും തന്നെ ഫൈറ്റ് നടക്കുന്നില്ല. TVA അവിടെ പ്രിമോസ്കിൽ ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് വണ്ടി എടുത്ത് അവർ സോണിലേക്ക് വരാനുള്ള പ്ലാനുകളാണ്. TVയ്ക്ക് ഈ വട്ടം ഡ്രോപ്പ് ഫൈറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഡ്രോപ്പ് എല്ലാം ലൂട്ട് ചെയ്തിട്ട് വണ്ടി എടുത്ത് സോണിലേക്ക് പോവാണ്. നോക്കുകയാണെങ്കിൽ BCZ സെൻറ്റർ ഓഫ് ദ സോണിൽ നല്ലൊരു പൊസിഷൻ ഉണ്ട്. ആൻഡ് ഇവിടെ സ്റ്റിൽ AGA vs CVA നടന്നുകൊണ്ടിരിക്കുകയാണ്. AGA CVA 3 പ്ലേയേഴ്സ് വെച്ചിട്ട് പറയടാ. ഹിറ്റ്മാന്റെ വെരിഫൈ ചെയ്തു. അത് സംഭവം വെച്ച് കഴിഞ്ഞാൽ ലോബിയിൽ കയറാൻ പറ്റിയില്ല, ക്രാഷ് ആയി. അതുകൊണ്ടാണ് ഹിറ്റ്മാൻ കളിക്കാൻ പറ്റാത്ത. ഇത് നമുക്ക് ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഗൈസ്. ഇതൊരു ഓട്ടോമേറ്റഡ് ടൈമിൽ സ്റ്റാർട്ടായി പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും അങ്ങനെ ചെയ്തു കൊടുക്കാൻ നമ്മുടെ സൈഡിൽ നിന്ന് റീഹോസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ഇതിന്റെ ഹോസ്റ്റ് ആക്ച്വലി യൂറോപ്പിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓട്ടോമേറ്റഡ് ആയിട്ട് മാച്ച് കറക്റ്റ് ടൈമിൽ സ്റ്റാർട്ട് ആവും. അതുകൊണ്ടാണ് നമ്മൾ ലോബിയിൽ നിന്ന് ലെഫ്റ്റ് ആവരുത്, എന്ത് വന്നാലും ലോബിയിൽ തന്നെ ഇരിക്കണമെന്ന് പറയണത്. അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് നമുക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഒരു പ്ലെയറിന് വേണ്ടി ഒരു കംപ്ലീറ്റ് മാച്ച് റീഹോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നോട്ട് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് ഇവിടെ MRCയുടെ ടീം അറബി ഇവിടെ ജോർജോ പൂൾ ഫുള്ള് ലോട്ട് ചെയ്ത് പോവാണ്. ഇന്നലെ ഞാൻ EVXന്റെ കാര്യം പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ടീം കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് ടീം അറബിയാണ്. MRC ഷെയ്ഖ് അടങ്ങുന്ന ടീം അറബി എന്ന് പറയുന്ന ടീമാണ്. നമ്മളിന്ന് ടോപ്പ് ഓഫ് ദ ടേബിളിൽ വരുമെന്ന് പ്രതീക്ഷിക്കാത്തൊരു ടീമായിരുന്നു. പക്ഷെ അവർ നല്ല രീതിയിൽ കളിച്ചു, പറയാതിരിക്കാൻ വയ്യ. നല്ല രീതിയിൽ കളിച്ച് പൊസിഷൻസും കിൽസും എല്ലാം എടുത്ത് അവർ ടോപ്പ് ഓഫ് ദ ടേബിളിൽ ടോപ്പ് 4 തന്നെ എത്തിയിട്ടുണ്ട്. അവർ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു MRCയുടെ ആ ഒരു ലൈനപ്പിൻ്റെ സൈഡിൽ നിന്ന്. MRCയുടെ 2 ലൈനപ്പും ഫൈനലിലേക്ക് ക്വാളിഫൈ ആവുന്ന രീതിയിലത്തെ പെർഫോമൻസ് ആണ് അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു KVയുടെ 2 സ്ക്വാഡും കയറാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു മാച്ച് കഴിയുമ്പോൾ തന്നെ അറിയാം. SRR പെർഫോം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. കാരണം SRR നല്ലപോലെ ഗ്രൈൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് SRR ഇത് PUBG PC ഗ്രൈൻഡ് ചെയ്യുന്ന ടീമാണ്. KVയുടെ 3 സ്ക്വാഡും ക്വാളിഫൈ ആവോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. സോൺ ഒരു ഹാർഡ് ഷിഫ്റ്റ് ആണ്. സോണിൻ്റെ സൈഡിൽ നിന്ന് വന്നൊരു ബിഹേവിയർ. സോൺ ഇങ്ങനെയാണ്, നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകും. ആൻഡ് കിച്ചൻ സ്ക്വാഡ് ലൂട്ടൊക്കെ എടുത്ത് നേരെ തിരിച്ചു വരുന്നുണ്ട്. ആൻഡ് കിച്ചൻ സ്ക്വാഡിന്റെ മുമ്പിലാണ് ഈ വട്ടം ഡ്രോപ്പ് പ്രത്യക്ഷപ്പെട്ടത്. ഡ്രോപ്പിൽ MK14 എടുത്തോ? MK14 എടുക്കുന്നില്ല. 8x സ്കോപ്പ് എടുത്തു. മിലിറ്ററി വെസ്റ്റ് എടുക്കുന്നു. നിന്ന് പറക്കുകയാണ് അൾട്രോൺ. ലെവൽ 3 വെസ്റ്റ് എടുത്തിട്ടില്ല. ലെവൽ 3 വെസ്റ്റ് ടീമിൽ ആർക്കെങ്കിലും ഒരാൾക്കും എല്ലാവർക്കും ലെവൽ 3 വെസ്റ്റ് ആണോ? ലെവൽ 3 വെസ്റ്റ് ഇവിടെ ആണ്. എല്ലാവർക്കും ലെവൽ 3 വെസ്റ്റ് ആണ്. കിച്ചൻ സ്ക്വാഡിലെ ഡ്രേക്കിന് മാത്രം ലെവൽ 2 വെസ്റ്റ് ആണ്. ആൻഡ് അവരും സോണിലേക്ക് എത്തണം. TVA ഓൾറെഡി സോണിൽ എത്തിക്കഴിഞ്ഞു. TVA കണ്ടുമുട്ടാൻ പോകുന്നത് KVA ആണ്. KVA കണ്ടുമുട്ടുമെന്ന് തോന്നുന്നു. കിച്ചൻ സ്ക്വാഡ് വേഴ്സസ് TVA നടക്കുമോ? അവരുടെ തൊട്ട് ഫ്രണ്ടിലുണ്ട്.
ആൻഡ് TVA നല്ലൊരു പൊസിഷൻ ഓൾറെഡി സോണിൽ എടുത്തു കഴിഞ്ഞു. ആൻഡ് KVM എല്ലാവരും സോണിലേക്ക് വരുന്നു. എല്ലാ ടീമുകളും സോണിലോട്ട് എത്തിയിരിക്കുന്നു. ഒരു നല്ലൊരു ഫൈറ്റ് നമുക്ക് കാണാം. 14 ടീംസും 54 പ്ലേയേഴ്സും എലയുമായിട്ടുണ്ട്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീംസിനെ നിങ്ങൾക്ക് ചാറ്റിൽ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് ഹെൽത്തി ആയിട്ട്. ബാക്കിയുള്ള ടീംസിനെ അബ്യൂസ് ചെയ്യാത്ത രീതിയിൽ നിങ്ങളുടെ ഫേവറേറ്റ് ടീംസിനെ നിങ്ങൾ നല്ലൊരു അടി വരുന്നു. രാജരാജേശ്വരി അധോലോകത്തിന് KVയുടെ സൈഡിൽ നിന്ന് 3 പേരെ ഉള്ളെങ്കിലും 300 പേരുടെ പവറിലാണ് അടി വരുന്നത്. നല്ല അടി കിട്ടിയിരിക്കുന്നു. ആൻഡ് അവർ ബാക്ക് ടു അവിടുന്ന് വലിഞ്ഞിട്ടുണ്ട്. SRR ഒരു സേഫ് പൊസിഷനിലോട്ട് പോയിട്ടുണ്ട്. കാസ്ട്രോ അവിടെ നല്ല ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നു. ബാക്കി ടീമുകളെല്ലാം സോണിലോട്ടോട്ട് എൻ്റർ ആവുന്നതേ ഉള്ളൂ. UK അൺനോൺ 4-man എലവാണ്. അവരും സോണിനകത്തോട്ട് വരുന്നു. ടോക്കിയോ മറിയാനോ ഈ വട്ടം കുറച്ച് സേഫ് ആയിട്ട് ഇനിഷ്യൽ ഫൈറ്റുകളൊന്നും എടുക്കാതെ തന്നെ കളിക്കുന്നു. ടോക്കിയോയുടെ തൊട്ട് മുകളിൽ UK വരുന്നുണ്ട്. ആൻഡ് CVA കമാലു അവിടെ സോണിൽ നോക്കായിട്ടുണ്ട്. സോണിൽ ഫിനിഷായി. CVയുടെ ഒരു പ്ലെയർ കൂടി ഡൗൺ ആയി. ആൻഡ് CVയുടെ പ്ലെയറിനെ അവർ റീകോൾ ചെയ്തായിരുന്നു തോന്നുന്നു. CVയുടെ അടുത്തോട്ട് KVA വരുന്നുണ്ട്. TVA vs KVA. അവിടെ TVA ഒരു ഫൈറ്റ് ആയിട്ടുണ്ട്. TVA vs SRR. രണ്ട് നോക്കായിട്ടുണ്ട്. SRR 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. SRR 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. SRR ഒരാളുടെ കൂടെ 2 പ്ലേയേഴ്സ്. നല്ല ടാഗ് കിട്ടുന്നു. ഡാർക്ക് പെയിൻ അവിടെ നല്ല കിലോ ഗോൾഡ് 1 HP ആണ്. നല്ല ടാഗ് കിട്ടുന്നുണ്ട്. സ്പോട്ട് ചെയ്തിട്ടില്ല. ഓ സ്റ്റീവ് അവിടെ ഒരു നോക്ക് കൂടെ എടുക്കുന്നു. ലാസ്റ്റ് മാൻ SRR. TVA vs SRR. ലാസ്റ്റ് മാൻ SRR ഓടിച്ച് മാത്രം വണ്ടി എടുത്ത് രക്ഷപ്പെടുന്നു. ആൻഡ് സ്റ്റീവിന്റെ സൈഡിൽ നിന്ന് ഒരു ഫിഷിംഗ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാർക്ക് പെയിനെ അവിടെ സ്റ്റീവ് ഇടിച്ചു കൊല്ലുന്നു. ആൻഡ് അഗൈൻ 3 കില്ല് കൺഫേം ആയിരിക്കുന്നു TVയുടെ സൈഡിൽ നിന്ന്. 3 കില്ലാണ് കൺഫേം ചെയ്തിരിക്കുന്നത്. SRRയുടെ ലാസ്റ്റ് മാൻ ഒടിച്ചി മാത്രം ബാക്കി. സോ ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഫിസ്റ്റിങ്ങും ഇമോട്ട് എല്ലാം അലൗഡ് ആണ് നമ്മുടെ ടൂർണമെന്റിൽ. അതും പറഞ്ഞ് ദയവ് ചെയ്ത് ആരും ഇതിനകത്ത് പറയരുത്. ടൂർണമെന്റിൽ അലൗഡ് ആണ്. ടൂർണമെന്റ് റൂൾസ് ഇന്നലെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതല്ല അവിടെ കീച്ചൻ സ്ക്വാഡ് ടോക്കിയോയെ അടിക്കുന്നു. കീച്ചൻ സ്ക്വാഡ് ടോക്കിയോയിലെ ഒരു പ്ലെയറിനെ കൺഫേം ആക്കുന്നു. ഹരി ദ ബീസ്റ്റ് വരുന്ന എല്ലാ ഫൈറ്റ്സും കമ്മിറ്റ് ചെയ്താണ് TVA കളിച്ചുകൊണ്ടിരിക്കുന്നത്. 4 കിൽ ഓൾറെഡി TVA സെക്യൂർ ചെയ്ത് കഴിഞ്ഞു. 4 കിൽസ് TVA ഓൾറെഡി സോൺ ഔട്ട് ആയിട്ടുണ്ട്. TVക്ക് സോണിലേക്ക് പോകേണ്ട സമയമായി. ആൻഡ് MRC ഒരു നല്ല സോൺ എഡ്ജിൽ നല്ലൊരു പൊസിഷൻ എടുത്ത് MRCയുടെ മെയിൻ ലൈനപ്പ് അവിടെ ഉണ്ട്. അതുപോലെ TVയുടെ അടുത്തോട്ട് ടീം അറബി വരുന്നുണ്ട്. TVയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. ആൻഡ് അവര് അവിടുന്ന് നേരെ തിരിച്ചു പോയി. ഓപ്പണിൽ വണ്ടി കണ്ടു. ഒരു നോക്കിടാനുള്ള ശ്രമം. ഒരു നോക്ക് ഇട്ടിട്ടില്ല. ആൻഡ് തക്കുടുവാ ലോകത്തിന് അടുത്തൊരു ഡ്രോപ്പും കൂടെ കിട്ടിയിട്ടുണ്ട്. ഡ്രോപ്പുകളെല്ലാം അണ്ടി ചെയ്ത് തന്നെ കളിക്കുകയാണ് TVA. സോ രാജരാജേശ്വരി അധോലോകം തിരിച്ചു വന്നിരിക്കുന്നു. ചിപ്പുകൾ എടുക്കാൻ തിരിച്ചു വരുന്നു. രാജരാജേശ്വരി അധോലോകത്തിന്റെ ഒരു കംബാക്ക് പോസിബിൾ ആണോ ഇല്ലയോ നമുക്ക് നോക്കാം. ഒരു പ്ലെയർ കണ്ടു അവിടെ. നിനക്കൊക്കെ പ്രാന്താണ്, നീയൊക്കെ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ് വീണ്ടും ഓടിച്ച് തിരിച്ചു പോകുന്നു. ചിപ്പ് എടുക്കുന്ന കാര്യം പോസിബിളേ അല്ല. ആൻഡ് KVയുടെ ബ്ലാക്ക് സ്ക്വാഡ് ടയർ TV അടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ്. ഓപ്പണിൽ വണ്ടി നിന്നു. നല്ല ടാഗ് കിട്ടുന്നു. ബ്ലാക്ക് സ്ക്വാഡ് ഇറ്റാച്ചി അടിച്ച് നോക്ക് ചെയ്യുന്നു. TVA അഗൈൻ ഒരു കില്ല് കൺഫേം ചെയ്യാനുള്ള പരിപാടി. TVA അടുത്തൊരു കില്ലും കൂടെ ഇറ്റാച്ചി ഒരു കില്ലും കൂടെ കൺഫേം ചെയ്തിരിക്കുന്നു. KVA vs TVA. ബ്ലാക്ക് സ്ക്വാഡിന് അവിടെ നല്ല ടാഗ് കിട്ടുന്നുണ്ട്. കീച്ചൻ സ്ക്വാഡിന്റെ കയ്യിൽ നിന്ന്. കീച്ചൻ സ്ക്വാഡും അവിടെ തന്നെ ഉണ്ട്. സോ TVക്ക് വണ്ടി എടുത്ത് റൊട്ടേറ്റ് ചെയ്ത് പോകണം. സോ രാജരാജേശ്വരി വീണ്ടും തിരിച്ചു വരുന്നു. SRR ടീംമേറ്റ്സിനെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വരുന്നു. ഒരു റീകോളിനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് SRRയുടെ സൈഡിൽ നിന്ന്. സോ ഫൈനൽ സർക്കിളിലേക്ക് പൊക്കോണ്ടിരിക്കുമ്പോൾ MRC അവിടെ MRC vs KVA നടക്കുന്നു. MRC vs KVA നടക്കുന്നു.
ഫിനിഷ് ചെയ്ത് കളയുന്നു KVയിലെ 2 പ്ലേയേഴ്സിനെയും. എന്നാൽ ഒരു പ്ലെയറിനെ ഫിനിഷ് ചെയ്തിരിക്കുന്നു. ആൻഡ് MRC സെക്യൂറിംഗ് ദ ഫസ്റ്റ് കിൽ. MRCയുടെ ആദ്യത്തെ കില്ല്. സോ 14K വേഴ്സസ് അഗാർത്ത. എല്ലാ സൈഡിലും ഫൈറ്റുകളൊക്കെ, എല്ലാ ടീമുകളും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു സമയമായി കഴിഞ്ഞിരിക്കുന്നു. വേറെ ആരുടെയൊക്കെ ചിപ്പ് പൊട്ടിച്ചു കളഞ്ഞാലും എനിക്ക് തോന്നുന്നു സ്റ്റീവിന്റെ ബാഗിൽ കൈവച്ചിടിച്ച ആളുടെ ചിപ്പ് സ്റ്റീവിന്റെ ബാഗിൽ തന്നെ ഉണ്ടെന്നുള്ള വിലയേറിയ സംശയം എനിക്കുണ്ട്. അത് നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ സ്റ്റീവിന്റെ ബാഗിൽ ഒരു ചിപ്പ് ഉണ്ടായിട്ടുള്ള എനിക്ക് തോന്നുന്നുണ്ട് ഒരു ചിപ്പ് സ്റ്റീവിന്റെ ബാഗിലുണ്ട്. വേറെ ഏതൊക്കെ ചിപ്പ് കിട്ടിയാലും സ്റ്റീവ് കൊന്ന ആളുടെ ചിപ്പ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അവിടെ. ആൻഡ് TVS secured 5 kills. ആൻഡ് സോണിലേക്ക് നേരെ ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. സെന്റർ ഓഫ് ദ സോണിലോട്ട് TVയെ നേരെ അങ്ങ് പോവുകയാണ്. ഒരു നല്ല ഹയർ പൊസിഷനിലേക്ക് TVയെ പൊക്കോണ്ടിരിക്കുന്നു. നോക്കുകയാണെങ്കിൽ BCZ 3 കില്ല് സെക്യൂർ ചെയ്ത്. അവര് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തെങ്കിലും ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവണം എന്നുള്ള ഉദ്ദേശത്തിൽ കൂടെയാണ് BCZ വന്നിരിക്കുന്നത്. സോ BCZ ഈ കളി ക്വാളിഫൈ ആണെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് ടൂർണമെന്റുകളിലെല്ലാം നമ്മൾ BCZ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ BCZ ട്രൈങ് ദ ലെവൽ ബെസ്റ്റ് ടു ക്വാളിഫൈ ടു ദ ഫൈനൽസ്. ആൻഡ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് പോലത്തെ ഒരു മൊമെന്റിലേക്കാണ് ഇത് പൊക്കോണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. TVയെ ബാക്ക് ടു ബാക്ക് 5 ഡിന്നേഴ്സ് അവരെ കൊണ്ട് സെക്യൂർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഡേ 2 TVയെ കൊണ്ടുപോയി എന്ന് തന്നെ പറയണം. ഓൾറെഡി 4 ഡിന്നർ എടുക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. ടീം അറബിയിലെ നന്ദു അവിടെ നോക്കിയിട്ടിരിക്കുന്നു. ആൻഡ് അൾട്രോൺ അവിടെ ടീം അറബിയിലെ ഒരാളെ നോക്കിയിട്ടുണ്ട്. വാർഗോഡ് ജ്യൂസിനെ അവിടെ നോക്കിയിടുന്നു. പക്ഷേ ഇൻസ്റ്റന്റ് റിവൈവ് ചെയ്യുന്നു. ടീം അറബി ആദ്യത്തെ കില്ല് സെക്യൂർ ചെയ്യുന്നുണ്ട്. ആൻഡ് അവിടെ MRC വേഴ്സസ് 14K. MRC അവിടെ ഒരു 14Kയിൽ ഒരു പ്ലെയറിനെ നോക്കിയിട്ട് ഫിനിഷ് ചെയ്യാനുള്ള ശ്രമം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. കില്ലോ ഗോൾ അവിടെ KSDCലെ ഡ്രാക്കൻ FTWനെ KVA വേഴ്സസ് TVയെ വീണ്ടും അവിടെ നടക്കുന്നു. KVA വേഴ്സസ് TVയെ നടക്കുന്നു. ആൻഡ് തക്കുടുവാവ അധോലോകം SRRയെ ഒടിച്ച് അവിടെ TDSനെ എടുക്കുന്നു. SRR സ്റ്റിൽ ഒരാള് 1 മാൻ ഇപ്പോഴും നിൽക്കുകയാണ്. ആൻഡ് ആ ഒരു കില്ല് സെക്യൂർ ചെയ്യാൻ TVക്ക് പറ്റിയില്ല. ആ ഒരു സ്കില്ല് വേറെ ഒരാൾ കൊണ്ടുപോയി. ആൻഡ് യൂട്യൂബ് ഷെയ്ക്കിനെ അടിക്കുന്നു. TV വേഴ്സസ് ആൻഡ് SRR ഒടിച്ച് അവിടെ TDSൽ അടുത്ത പ്ലെയറിനെ എടുക്കുന്നു. SRR എന്ന് സ്പെക്ട് ചെയ്യണേ. SRRയുടെ പൊസിഷൻ നമുക്ക് ഓക്കെ സോൺ ഔട്ടില്. SRR ഓടിച്ച് അവിടെ അടുത്ത് നോക്കിടുന്നു ടീം അറബിയെ. ഇടിലം കളി. ആൻഡ് ഹരീദ ബീസ് അവിടെ BCZലെ 2 പ്ലേയേഴ്സിനെ നോക്കിട്ടു. ഹരീദ ബീസ്. MRC അവിടെ 14Kയിലെ 2 പ്ലേയേഴ്സിനെ നോക്കാക്കുന്നു. TVS വെക്കിയോ. ആൻഡ് സ്റ്റിൽ 5 കില്ലുകൾ കൺഫേം ചെയ്യാൻ TVക്ക് പറ്റിയിട്ടില്ല. നമുക്ക് നോക്കാം. 6 കില്ലായിട്ടുണ്ട്. TVക്ക് 6 കില്ല് കൺഫേം ആയിട്ടുണ്ട്. ആൻഡ് അവിടെ BCZ എലിമിനേറ്റ് ആയിട്ടുണ്ട്. BCZനെ അടിച്ച് എലിമിനേറ്റ് ചെയ്തു. BCZ എലിമിനേറ്റ് ആയിട്ടുണ്ട് അവിടെ. ഓക്കെ ഫൈനൽ 10 ടീമും 27 പേരുമാണ് ഇനി ബാക്കിയുള്ളത്. 10 പേര് 20 കീച്ചൻ സ്കോഡ് ഇവിടെ 4-man അലൈവാണ്. MRC അവിടെ AG അടിച്ചിടുന്നു. MRC RPMS പീസ് ഔട്ട്. 14K അവിടെ എലിമിനേറ്റ് ആകുന്നു. MRC എലിമിനേറ്റ് ആക്കുന്നു 14K. 9 ടീമും 25 പേരുമാണ് ഈ ചെറിയ സർക്കിളിൽ അലൈവായിട്ടുള്ളത്. കോച്ച് വിത്ത് AW ഒരു നോക്ക് ഓൾറെഡി ഇട്ടു കോച്ച് അവിടെ ട്രൈങ് ടു ഗെറ്റ് ദ കിൽ. പക്ഷേ അകത്താണ് ഒരു കോച്ച് അടുത്തൊരു കില്ലിന് വേണ്ടി ട്രൈ ചെയ്യുന്നു. ഇല്ല, ആ നോക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കോച്ച് സ്പ്രേ ചെയ്യുന്നു. ഇത്രയും ദൂരം കിടന്നും നിന്നുമൊക്കെ സ്പ്രേ ചെയ്യുന്നു. 9 ടീം 25 പ്ലേയേഴ്സ് ആണ് അലൈവായിട്ടുള്ളത്. 25 പ്ലേയേഴ്സ്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ യൂട്യൂബ് ഷേക്ക് പയ്യെ സോണിലേക്ക് കയറാനുള്ള ശ്രമമാണ്. ഇവിടെ TVയുടെ അടുത്തോട്ടാണ് പുഷ് ചെയ്ത് ചെല്ലുന്നത്. TVA വേഴ്സസ് KVA ഒരു 1 vs 4 സിറ്റുവേഷനിലേക്ക്. ആൻഡ് പുറകിൽ നോക്കുകയാണെങ്കിൽ KVയുടെ മെയിൻ ലൈനപ്പും പുറകിൽ നിന്ന് വരുന്നുണ്ട്. എല്ലാ സൈഡും നോക്കി നിന്നാൽ മാത്രമേ പറ്റുള്ളൂ. SRR ഒഴിച്ച് അവിടെ വീണ്ടും MRCയിൽ ഒരു പ്ലെയറിനെ നോക്കിടുന്നു. അക്കാലത്തേക്ക് വണ്ടിയില്ല. അവർക്കും സോണിലേക്ക് എത്തണം. ബൈ ഫുട്ട് എൻ്റർ ചെയ്തേ പറ്റത്തുള്ളൂ. സോ അവർ സ്മോക്ക് ഇടുന്നുണ്ട്. ആൻഡ് TVയെ ഇറ്റാച്ച് ചെയ്ത് സ്പോട്ട് ചെയ്യുവാണ്. കില്ലോ കോഡ് അവിടെ D3S ഗോസ്റ്റിനെ ഒരു നോക്ക് ഇടുന്നു. SRR ഒഴിച്ച് അവിടെ MRCയിൽ ഒരു പ്ലെയർ എടുത്തു. കാസ്ട്രോ അവിടെ നോക്ക് ഇടുന്നു. കാസ്ട്രോ രണ്ടാമത്തെ ആളെ ഫിനിഷ് ചെയ്യുന്നു. കാസ്ട്രോ ആൻഡ് KVA ആരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കളി നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കിടിലോട്ട് കളിക്കുന്നുണ്ട്. കമന്റ്
ആൻഡ് KVA ഡീമൻ ഹോക്കി അവിടെ UK ഒരു പ്ലെയറിനെ കൂടി ഫിനിഷ് ആക്കുന്നു. ആൻഡ് ADR യൂട്യൂബ് ഷേക്ക് പയ്യെ വരുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒടിച്ച് ഇവിടെ കിടിലം കളി. അവിടെ KVA എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. എല്ലാവരും അൺനോണിനെ എലിമിനേറ്റ് കളയുന്നു. KVA 3 പേരെ വെച്ച് അവര് 4 കിൽസ് സെക്യൂർ ചെയ്ത് അതേപോലെ ടോപ്പ് 8 വന്നിട്ടുണ്ട്. KVA അവിടെ ഒരു സ്ക്വാഡ് വൈപ്പ് എടുക്കുന്നു. ആൻഡ് അഗാർത്ത ഇതുവരെ ഇറ്റാച്ചി സ്പോട്ട് ചെയ്തിട്ടില്ല. ഇറ്റാച്ചിയെ പയ്യെ വന്ന് അഗാർത്ത അടിക്കാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. ഇറ്റാച്ചി ടീമിന്റെ അടുത്തുനിന്ന് നല്ല മാറിയാണ് കളിച്ചോണ്ടിരിക്കുന്നത്. നോക്കണേ യൂട്യൂബ് ഷേക്ക് ഓൾറെഡി സോൺ. ഇറ്റാച്ചിയെ അടിക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ഇറ്റാച്ചിയെ അടിക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ഒരു ട്രിഗർ ഡിസിപ്ലിനിൽ നിൽക്കുകയാണ്. ഇറ്റാച്ചി അവിടെ AGL ഒരു പ്ലെയറിനെ നോക്കിടുന്നു. ഇറ്റാച്ചി വന്ന സ്പെക്കാണ്. ഇറ്റാച്ചി രണ്ടാമത്തെ നോക്ക് ഇടാൻ പറ്റിയില്ല. രണ്ടാമത്തെ നോക്ക് ഇറ്റാച്ചിന് ഒരു 1v3 ആണ് നമ്മൾ കാണാൻ പോണേ. കറക്റ്റ് സമയത്ത് TVയുടെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഗെയിം പ്ലേ ഫ്രം ഇറ്റാച്ചി. ഇറ്റാച്ചി അടിക്കാൻ പോകണോ? ഇറ്റാച്ചി അടിക്കുന്നില്ല. ഇറ്റാച്ചി അടിച്ചാൽ പൊസിഷൻ പോകും. ഹീൽ ചെയ്തോണ്ടിരിക്കുകയാണ്. തൊട്ട് റൈറ്റിൽ നിന്ന് കൺഫേം ആവാൻ നോക്കുകയാണ്. നല്ല ട്രിഗർ ഡിസിപ്ലിനിൽ കളിക്കുന്നു. ഷേക്ക് അവിടെ നല്ല ട്രിഗർ ഡിസിപ്ലിനിൽ കളിക്കുന്നുണ്ട്. ആൻഡ് TVA വിത്ത് 9 kills 4 പേരും എലൈവായിട്ട് നിൽക്കുന്നു. ആൻഡ് ടീം അറബി നോക്കുകയാണെങ്കിൽ ഇവിടെ 2 പേരേ ഉള്ളൂ. 2 പേര് മാത്രം ബാക്കിയുള്ളൂ. അവർ 2 കില്ല് ഓൾറെഡി സെക്യൂർ ചെയ്തിട്ടുണ്ട്. 6 ടീമും 14 പ്ലേയേഴ്സും LAV സോണിൽ. SRR ഒടിച്ച് സ്റ്റിൽ സർവൈവിങ് ആൻഡ് ദ ഫൈനൽ ഡ്രോപ്പിൽ P90 വിത്ത് 200 ബുള്ളറ്റും ലെവൽ 3 ഹെൽമെറ്റും ലെവൽ 3 വെസ്റ്റും ലെവൽ 3 ജാമർ പാക്കും അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റും ഉണ്ട്. ആൻഡ് കീച്ചൻ സ്ക്വാഡ് 3 പേര് അല്ലെങ്കിൽ 3 KVA vs KVA കീച്ചൻ സ്ക്വാഡിനെ അടിച്ചിടുന്നു. ഡീമൻ ഹോക്കി 2 പേരെ അടിച്ചിരുന്നു. 2 പേരും ഡീമൻ ഹോക്കി അടിച്ചിട്ടുണ്ട്. 2 കില്ല് അവിടെ കൺഫേം ചെയ്യുന്നു. 5 കില്ല് ഡീമൻ ഹോക്കി അവിടെ 5 കില്ല് കൺഫേം ചെയ്യുന്നു. KVA വിത്ത് 6 കില്ല് 3 മാൻ ആയിട്ട് കളിക്കുന്നു KVA. ആൻഡ് കീച്ചൻ സ്ക്വാഡിനെ KVA എലിമിനേറ്റ് ചെയ്ത് കളയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കില്ലുവ ഗോഡ് അവിടെ കാസ്ട്രോയെ നോക്കാക്കുന്നു. കില്ലുവ ഗോഡ് അവിടെ കാസ്ട്രോയെ നോക്കാക്കുന്നു. SRR സ്പോട്ട് ചെയ്തിട്ടുണ്ട് കോച്ച് അവിടെ. കാസ്ട്രോ കോച്ചിന്റെ തൊട്ട് ബാക്കില് യൂട്യൂബ് ഷേക്ക് ഇപ്പോഴും തൊട്ട് ബാക്കിൽ തന്നെയുണ്ട്. ട്രിഗർ ഡിസിപ്ലിൻ അറ്റ് ഇറ്റ്സ് പീക്ക് എന്ന് പറയണം, പറയാതിരിക്കാൻ വയ്യ. ആൻഡ് TVയുടെ സൈഡിൽ നിന്ന് നല്ല അവിടെ നെയ്ഡ് നോക്കിട്ടിരിക്കുന്നു. ടീം MRC നല്ലൊരു നെയ്ഡ് നോക്കിട്ടിരിക്കുന്നു. കോച്ച് പുഷ് ചെയ്ത് പോന്നു. ആൻഡ് പുഷ് ചെയ്തില്ല അവിടെ. കോച്ച് അടുത്തൊരു നെയ്ഡ് കുക്ക് ചെയ്യാണ്. അടുത്തൊരു നെയ്ഡ് കുക്ക് ചെയ്തോണ്ടിരിക്കുന്നു. അടുത്തൊരു നെയ്ഡ് കറക്റ്റ് ആയിട്ട് കുക്ക് ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ട്. നല്ല ടാഗ് കിട്ടിയിട്ടുണ്ട്. അവിടോട്ടൊരു സ്റ്റൺ ഗ്രനേഡ് സ്റ്റണ്ണായിരിക്കുന്ന കോച്ച് കയറി ഫിനിഷ് ചെയ്ത് വിടുന്നു MRCയെ. TVA with 11 kill. Last top 4 teams. TVA versus KVA versus SRR versus Black Squad. 2 KVA ലൈനപ്പും 1 SRR ലൈനപ്പും TVA മാത്രം ബാക്കി. TVA നോക്കുകയാണെങ്കിൽ മാൻ അഡ്വാൻറ്റേജിൽ 4 പ്ലേയേഴ്സ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 പ്ലേയേഴ്സ് ആയിട്ട് TVA ബാക്ക് ടു ബാക്ക് 5ാമത്തെ ചിക്കന് വേണ്ടിയിട്ട് TVA കില്ലുവ ഗോഡ് കാസ്ട്രോയെ അവിടെ സ്നൈപ്പർ അടിച്ച് നോക്കാക്കുന്നു. ആൻഡ് SRR ഓടിച്ച് അവിടെ കാസ്ട്രോയുടെ കില്ല് ഫിനിഷ് ചെയ്യുന്നു. KVA ഒരു പ്ലെയർ, SRR ഒരു പ്ലെയർ, KVA രണ്ടാമത്തെ സ്ക്വാഡിൽ ഒരു പ്ലെയർ, ബാക്കി TVA പ്ലേയേഴ്സ് മാത്രം 4 പേരും വിലയും ഒരു മാച്ച്. ആൻഡ് KVA അവസാനത്തെ പ്ലെയറിനെ ഹണ്ട് ചെയ്തോണ്ടിരിക്കുന്നു TVA. തക്കുടുവാവ അധോലോകം 5ാമത്തെ ബാക്ക് ടു ബാക്ക് 5ാമത്തെ ഡിന്നറിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. യൂട്യൂബ് ഷെയ്ക്കിന്റെ KVA ബ്ലാക്ക് സ്ക്വാഡിന് വേണ്ടിയിട്ട് ട്രിഗർ ഡിസിപ്ലിനിൽ ഇതുവരെ ഒരു വെടി പോലും വെക്കാതെ അവരുടെ തൊട്ട് മോളിൽ നിന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സ്പോട്ട് ചെയ്തിട്ടില്ല. പ്ലേയേഴ്സിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇങ്ങനെ ഒരു പ്ലെയർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവര് വല്ല മെറ്റ അടിക്കുന്നവരായിരുന്നെങ്കിൽ എപ്പോഴേ ഫിനിഷ് ആക്കേണ്ടതായിരുന്നു. സോ പ്ലേയേഴ്സിന്റെ ക്വാളിറ്റിയും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആൻഡ് സ്റ്റീവിനെ ഫിനിഷ് ചെയ്യാനുള്ള എല്ലാ ചാൻസും അവിടെ ഉണ്ട്. സ്റ്റീവിന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അവിടെ. ഈ കുക്കുട് വാവ അധോലോകത്തിനെ വൈപ്പ് ചെയ്യുന്നു TVA. ഹരി ദ ബീസ്റ്റ്
ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് യൂട്യൂബ് ഷെയ്ക്കിന്റെ വക സ്റ്റീവിന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമല്ലോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അടി പൊട്ടിയില്ല, ഇതുവരെ അടിച്ചില്ല. ഓടിച്ചു അവിടെ കില്ലുവെ അടിച്ചു ആൻഡ് സ്റ്റീവിനെ അടിച്ചു. ലാസ്റ്റ് മാൻ വൺ വേഴ്സസ് സ്റ്റീവ് അടിക്കാൻ സമ്മതിച്ചില്ല. അതൊരു 1.5 അടിയായിരുന്നു സ്റ്റീവിന്റെ സർപ്രൈസ്. ബാക്ക് ടു ബാക്ക് 5 കളിയും ഡിന്നർ അടിച്ച് ടിവിയെ രണ്ടാമത്തെ ദിവസം തക്കുടുവാവ അതോ ലോകം ഡോമിനേറ്റ് ചെയ്തു എന്ന് തന്നെ പറയണം. 15 കില്ലും 2386.31 ഡാമേജും 14 അസിസ്റ്റുമായിട്ട് തക്കുടുവാവ അതോ ലോകം ഫിനിഷിംഗ് ദ ഡേ 2 വിത്ത് ക്ലാസ്. പറയാതിരിക്കാൻ വയ്യ. 5 കളിയും ഡിന്നർ അടിക്കുക എന്ന് പറയണത് ഒരു ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. എന്റെ പൊന്നെ എന്ത് പറയണം എന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. പ്യുവർ ഡോമിനേഷൻ ഫ്രം ടിവിയെ, ഒരു രക്ഷയില്ല. ആൻഡ് സ്ക്രിപ്റ്റ് ഒന്നും കേൾക്കുമ്പോ തന്നെ ചിരി വരുന്നു. നോക്കുകയാണെങ്കിൽ ഫൈനൽ മാച്ചിന്റെ റിസൾട്ട് ടിവിയെ വിത്ത് 15 kills ഹാഷ് 1, KVA ഹാഷ് 2 വിത്ത് 1 kill. എടുത്തു പറയേണ്ട ഒരു കളിയാണ്. ഒഡിച്ചിയുടെ അവിടെ വെച്ച് ടീം ഫുള്ള് പോയിട്ട് പോലും ഹാഷ് 3 വരെ എത്തിച്ചു. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ഷെയ്ക്കും ടീമിനെ അവിടെ വരെ എത്തിച്ചതിൽ ഒരു വലിയ പങ്ക് ഷെയ്ക്കിനുണ്ട്. ഹാഷ് 2 KVA, ഹാഷ് 3 SRRA ആൻഡ് ഹാഷ് 4 കുക്കുടുവാവാതോ ലോകം KVA വിത്ത് 7 kills. ടീം 5 MRC വിത്ത് 2 kill. അഗൈൻ KVA വിത്ത് 3 kills ഹാഷ് 6 ആണ്. ഹാഷ് 7 MRCയുടെ മെയിൻ ലൈനപ്പ് ആണ്, 6 kills. അതുപോലെ അഗാർത്ത ഹാഷ് 8 വിത്ത് 1 kill, അൺനോൺ വിത്ത് 0 kill, 14K ഹാഷ് 10 വിത്ത് 1 kill, 11th പൊസിഷൻ TVA വിത്ത് 3 kill, 12th പൊസിഷൻ BCZ വിത്ത് 5 kill and 13th പൊസിഷൻ Thunderstrike വിത്ത് 0 kill, Tokyo ഹാഷ് 14 വിത്ത് 0 kill, GNR ഹാഷ് 15 വിത്ത് 5 kills and ഹാഷ് 16 വിത്ത് 1 kill TID. ആൻഡ് നമുക്ക് ഫൈനൽ പോയിന്റ് ടേബിൾ അപ്ഡേറ്റും കൂടി കണ്ടിട്ട് ലൈവ് നിർത്താം. സോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും ഡാഡു കിച്ചറി ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 1000 point കിക്ക് പോയിന്റ്സ്. അതുപോലെ മനാഫ് നാളെ ഫൈനലിൽ തൂക്കുന്ന ടീമിലെ ഒരാൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. അത് ഞാൻ ഓൾറെഡി മനാഫ് ബ്രോ ആണ് ആ സർപ്രൈസ് ഗിഫ്റ്റ് നിങ്ങൾക്ക് തരാൻ പോണത്. നാളെ ഫൈനലിൽ തൂക്കുന്ന ടീമിന് മനാഫ് ബ്രോയുടെ സൈഡിൽ നിന്ന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. അത് ലൈവിന്റെ സ്റ്റാർട്ടിൽ ഞാൻ പറഞ്ഞായിരുന്നു. സോ എടാ ഒന്ന് നോക്കിയേ രായ ലൈവ് ഇട്ട് നോക്കി. വന്നിട്ടില്ല ഒരു 3 മിനിറ്റിനകത്ത് അപ്ഡേറ്റ്. ഒരു ലീഡ് ഞാൻ എക്സ്പ്രസ് ചെയ്തോളാം. സോ ഞാനൊരു ഹോസ്റ്റ് എന്നുള്ള രീതിയിൽ കളിച്ച 5 മാച്ചും ഡിന്നർ അടിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. നിങ്ങൾക്ക് അറിയാലോ ഓൾറെഡി, പറയാതിരിക്കാൻ വയ്യ. പ്യുവർ ഡോമിനേഷൻ. ആൻഡ് മാച്ച് നമ്പർ 5 കഴിയുമ്പോ TVA ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നത്? അതാ ടോട്ടൽ മാച്ച് നമ്പർ 5 കഴിയുമ്പോ TVA വിത്ത് 139 പോയിന്റ്സ് ആണ് TVA സെക്യൂർ ചെയ്തിരിക്കുന്നത്. ആൻഡ് TVയുടെ തൊട്ട് താഴെ KVA ആണ്. പക്ഷേ 103 പോയിന്റിന് ബാക്കിലാണ് 1-ഉം 2-ഉം തമ്മിലുള്ള വ്യത്യാസം. 103 പോയിന്റിന്റെ ഡിഫറൻസ്. ആൻഡ് 89 കില്ലാണ് TVയുടെ സൈഡിൽ നിന്ന് TV എടുത്തിട്ടുള്ളത്. ആൻഡ് 3ാമത്തെ പൊസിഷനിൽ SRRA വന്നിട്ടുണ്ട് 35 പോയിന്റ്. ആൻഡ് 4ാമത്തെ പൊസിഷനിൽ ടീം അറബി, 5ാമത്തെ അതായത് MRC, 5ാമത്തെ പൊസിഷനിൽ അഗൈൻ KVA, 6ാമത്തെ പൊസിഷനിൽ അഗൈൻ MRC, 7ാമത്തെ പൊസിഷനിൽ അഗൈൻ KVA, 8ാമത്തെ പൊസിഷനിൽ ടോക്കിയോ. ലാസ്റ്റ് മിനിറ്റിൽ ടോക്കിയോ ക്വാളിഫൈ ആയി 16 പോയിന്റിന് ടോക്കിയോ കയറി. അൺനോണിനെ വെട്ടിച്ച് ടോക്കിയോ ഫ്രണ്ടിൽ കയറി 2 പോയിന്റിനാണ് ടോക്കിയോ വന്നേക്കുന്നത്. സോ ഫൈനൽ KVA, TVA, KVയുടെ 3 ലൈനപ്പ്, TVയുടെ 3 ലൈനപ്പ് എല്ലാം ഫൈനലിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. TVA, KVA, SRRA, MRCയുടെ 2 ലൈനപ്പ്. സോ ടുമോറോ ഇസ് ദ ഫൈനൽ. നാളത്തെ അടിനാശം വെള്ളപ്പൊക്കം എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഇന്ന് കമ്പാരിറ്റീവ്ലി ലോബിയിൽ ഞാൻ പറയില്ല, ഇന്നലത്തെ അത്ര ഒരു കോമ്പറ്റീഷൻ എനിക്ക് അല്ല, ഇന്നലത്തെ അത്ര ഇന്റൻസിറ്റി ഉള്ള ഒരു ഫൈറ്റ് നമ്മൾ കണ്ടില്ല ഇന്ന്. പക്ഷെ നാളെ അതുണ്ടാവും ഉറപ്പായിട്ടും. ആൻഡ് നമുക്ക് പ്ലേയേഴ്സിനെ കൂടെ നോക്കി നോക്കാം. കില്ലോടെ നോക്കി നോക്കിടാ. കില്ല് നോക്ക്. കില്ലുവാഗോഡ് വിത്ത് 27 കിൽസ്. ആൻഡ് കില്ലുവാഗോഡും യാമിയും തമ്മിൽ 4 കില്ലിന്റെ ഡിഫറൻസ്. കില്ലുവാഗോഡ് വിത്ത് 27, സ്റ്റീവ് വിത്ത് 24,
Hari the Beast with 23, Reckless with 15, the BX Break 13, Demon Hockey from KVA 12, the BX Break MRC player ആണ്, and Dark Pain with 8, Badman with 8, F1 Dora with 6, Legacy God with 6, Ultron 6, Boodham 6, Odichi 6, Hitman 5, Aziz 775, RPMX Peace Out 5, Spray God YT 5, D3X Ghost 4, KVA Talapati 4, Nandu 4, War God Choose 4, Mafia Overwatch 4, Mexen 4 kills, Chappy X Gamers 3, Castro YT 3, Linux OP 3, Darken FTW 3. അങ്ങനെയാണ് കിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ ടൂർണമെന്റ് ഡേ 2 ഇവിടെ വന്ന് കണ്ട എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു കൊള്ളുന്നു. ആൻഡ് ഫൈനൽ ഒന്ന് കാണിച്ചടാ. ഫൈനൽ ഇത് കാണിക്കും. കുറച്ചുകൂടെ കഴിയുമല്ലോ. സോ ഫൈനൽ ഗ്രൂപ്പ് ആഡ് ആവുന്നതേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ ഫൈനൽ ഗ്രൂപ്പിൽ ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞുതരാം. EVX, ഡെഞ്ചാർ, ദ സ്ക്വാഡ്, TVA, TGA, ചോട്ട മുംബൈ, OG, വള്ളി ടീംസ്, TVA, VNV ആണ് ആദ്യത്തെ 8 ടീംസ്. രണ്ടാമത്തെ 8 ടീം TVA, KVA, SRRA, ടീം അറബി, MRC, ബ്ലാക്ക് സ്ക്വാഡ്, MRC മെയിൻ ലൈനപ്പ്, KVയുടെ അടുത്ത സ്ക്വാഡ്, KVയുടെ 2 സ്ക്വാഡ്സ്, ടോക്കിയോ ആണ് ഫൈനൽ വരാൻ പോണത്. സോ 3 ടീം TVA എന്നും 3 ടീം KVA എന്നും 2 ടീം MRC എന്നും ക്വാളിഫൈ ആയിട്ടുണ്ട്. മൾട്ടിപ്പിൾ സ്ലോട്ട് മേടിച്ച് എല്ലാവരും ആ സ്ലോട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. സോ ഫൈനൽ വിൽ ബി എ ബ്ലാസ്റ്റ്. നാളെ രാത്രി 10:30 ഫൈനൽസ് ഉണ്ടാവും. അപ്പൊ താങ്ക് യു സോ മച്ച്. ആൻഡ് നമ്മുടെ ഇവന്റിൽ ജയിക്കുന്ന ആൾക്ക് ടീമിന് 20,000 റുപ്പീസിന്റെ പെരിഫറൽസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ നിയോ ടോക്കിയോ ആണ്. 20,000 റുപ്പീസിന് നിങ്ങൾക്ക് അവിടെ പോയി പർച്ചേസ് ചെയ്യാം. നിയോ ടോക്കിയോ, താങ്ക് യു സോ മച്ച് ഫോർ ദ ടൂർണമെന്റ് സപ്പോർട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടൂർണമെന്റ് ലൈവ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ ഹോസ്റ്റ്